ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കാരണം കുറേ നാളായില്ലേ, ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. കാരണം ഞാനൊരു കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ശരിയായി, ബട്ട് എൻ്റെ സൗണ്ട് തിരിച്ച് വന്നിട്ടില്ല. ഇതെൻ്റെ സൗണ്ട് അല്ല ഇങ്ങനെ. സോ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്ന സൗണ്ട് കേൾക്കും നിങ്ങൾ. ഐ നോ ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്, ബട്ട് സോറി. സോ ഇന്ന് എനിക്ക് എന്താ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, ബിക്കോസ് ഇപ്പോൾ കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. വീടൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഇന്ന് ക്ലീൻ ചെയ്യണം, മെയിനായിട്ട് ഇന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എനിക്ക് ഹെയർ വാഷും ചെയ്യണം. കാരണം ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ഞാൻ ഒരാഴ്ചയായിട്ട് ഫുൾ എണ്ണ പിടിച്ചിരിക്കുക. ലൈക്ക് എൻ്റെ ഹെയർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത എണ്ണയാണെന്ന് തോന്നുന്നു, അത്രയ്ക്ക് ഓയിലി ആയിട്ടിരിക്കും എൻ്റെ മുടി. അപ്പോൾ അതെല്ലാം ഇന്ന് ഹെയർ വാഷ് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞ് വേണേൽ ചെയ്താൽ മതി, ബട്ട് അല്ല, എനിക്ക് നാളെ കുറച്ച് പരിപാടികളുണ്ട്. സോ ഇന്ന് എനിക്ക് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ ഇന്ന് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം എന്നെ ലൈക്ക് ഹെയറൊക്കെ സ്മെല്ല് ചെയ്യും. അപ്പോൾ എന്തായാലും കുളിക്കണം, ഹെയർ വാഷ്. പിന്നെന്താ, അതാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി ഷോർട്സ് എടുത്ത് വെച്ചെങ്കിൽ എനിക്കൊന്ന് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഈ ശബ്ദം വെച്ച് കുഴപ്പമില്ല, ഒരു 2-3 എണ്ണമെങ്കിലും എഡിറ്റ് ചെയ്ത് വീണ്ടും എനിക്ക് ഇട്ട് തുടങ്ങണം. ഞാൻ ഇടയ്ക്കൊരു സമയത്ത് എപ്പോഴും പോസിറ്റീവായിരുന്നു. പിന്നെ എനിക്ക് ലൈക്ക് കോൾഡായി, തിരക്കായി, അങ്ങനെ ബിസി ആയിപ്പോയി. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനിയും ഈ മുറി കണ്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക്. പക്ഷേ ഇന്ന് ക്ലീൻ ചെയ്യാനൊരു മൂഡില്ല. കാരണം ചിലപ്പോൾ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മൂഡല്ല, അപ്പം ഫുൾ അങ്ങ് ക്ലീൻ ചെയ്ത് പോകും. പക്ഷേ ഇന്ന് ക്ലീൻ ചെയ്യാൻ മൂഡില്ല, ബട്ട് എന്നാലും ചെയ്യണം. പിന്നെ എനിക്ക് രാവിലെ തന്നെ പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു, ബട്ട് പോകുന്നില്ല. കാരണം ഞാൻ എണീറ്റപ്പോൾ തന്നെ 8:30 ഞാൻ ഇന്ന് 6 മണിക്ക് എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കുക്ക് ചെയ്ത് കുളിച്ച് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ബട്ട് ഞാൻ എണീറ്റപ്പോൾ തന്നെ 8:30 ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയായി. അതുകൊണ്ട് ക്ലീനിങ് തന്നെ തീരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ടേക്ക് ടൈം, ബിക്കോസ് എനിക്ക് ഒത്തിരി എക്സേർട്ട് ചെയ്യണ്ട, ബട്ട് അത്യാവശ്യം ചെയ്യണം. പിന്നെ എണ്ണ തേക്കണം. എണ്ണ തേച്ച് എനിക്ക് അപ്പം തന്നെ കുളിക്കണം, ബിക്കോസ് എനിക്ക് എണ്ണ ഇട്ട് ഇരിക്കണ്ട, ഇന്ന് തണുപ്പുമുണ്ട്. പിന്നെന്താ, എനിക്കിവിടെയൊക്കെ ഭയങ്കര നീറ്റിലാണ്, ബിക്കോസ് മറ്റേ തുമ്മി ഇങ്ങനെ ചീറ്റി ഇവിടെ എല്ലാം മുറിഞ്ഞ് നല്ല 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 സുഖമാണ്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പം എല്ലാം സെറ്റായി, ഹെൽത്ത് എല്ലാം ഗുഡായി. നേരത്തെ ഗുഡായിരുന്നു, എനിക്ക് കോൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പനിയൊന്നും വന്നില്ല. അതൊരു വലിയ തിങ്ങായിരുന്നു, ഗുഡായിരുന്നു. സോ പനിയൊന്നും വന്നില്ല, കോൾഡായിരുന്നു. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. നമുക്കിനിയും പതുക്കെ കോഫി കുടിച്ച് തുടങ്ങാം. എൻ്റെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് എല്ലാം ഇവിടെ ഇരിക്കുക. കാരണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താഴെ കൊണ്ട് വയ്ക്കില്ല അങ്ങനെ. അതുകൊണ്ട് ഇപ്പോൾ താഴെ പോയി ഫുഡ് കഴിക്കണമെങ്കിൽ പ്ലേറ്റ് ഇല്ല, ഇവിടെ നിർത്തും. അതുകൊണ്ട് അതാണ് ഇന്ന് ഫുൾ ക്ലീൻ ചെയ്യാനുള്ള മെയിൻ അൾട്ടിമേറ്റം വെച്ചത്. കാരണം താഴെ ഇനി ഒരു സ്പൂൺ പോലും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാം എൻ്റെ ബെഡ്റൂമിലുണ്ട്. എൻ്റെ കോഫി കുടിക്കുന്ന കപ്പ് മാത്രം ഞാൻ കഴുകി വയ്ക്കുമായിരുന്നു, കാരണം ഇന്ന് രാവിലെ എനിക്ക് കോഫി വേണം. അതുകൊണ്ട് അപ്പോൾ നമുക്കിപ്പം രാവിലെ ഒരു കോഫിയിൽ തുടങ്ങാം. എന്നിട്ട് എനിക്കിപ്പോഴും ഉറക്കം വരുന്നു ഭയങ്കരമായിട്ട്, പക്ഷെ ഉറങ്ങില്ല നമ്മൾ. നമുക്കിപ്പോൾ തന്നെ ഒരു കോഫി കുടിക്കാം, അപ്പോൾ നമ്മൾ സെറ്റ് ആവുമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി കുക്ക് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് ചിക്കനും റൈസും അങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്നാകുമ്പം എളുപ്പത്തിൽ 1 പോട്ട് റെസിപ്പിയിൽ തീരുകയും ചെയ്യും. കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും, കുറച്ച് നാളെന്ന് സെൻസ് ഒരു 3-4 നേരത്തേക്ക്. അപ്പോൾ നമുക്കിനിയും കോഫി കുടിച്ചിട്ട് തുടങ്ങാം. ഇതിന് മുന്നേ ഒരു ലോങ് ഇൻട്രോ എടുത്തായിരുന്നു, അത് റെക്കോർഡായി. ബട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട് കൂടുതൽ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്വോളോ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും കേൾക്കുന്നത് നിങ്ങൾക്ക്. അതുകൊണ്ട് അതുകൊണ്ട് ഈ ഇൻട്രോ ഞാൻ വീണ്ടും എടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മടുപ്പ് പോലെ ഫീൽ ചെയ്തത്. ബട്ട് എൻ്റെ ആദ്യത്തെ ഇൻട്രോ നല്ലതായിരുന്നു, പക്ഷേ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു, കാരണം ഇറ്റ്സ് ടു ഇറിറ്റേറ്റിംഗ്. ഓക്കെ, അപ്പം നമുക്കിനിയും ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. വാ. ഹായ്, ഞാനങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് ഇരുന്നിരുന്ന് ഒത്തിരി സമയം പോയി. ഓൾമോസ്റ്റ് 10:45 ആയി. എനിക്ക് ഉച്ച കഴിഞ്ഞൊരു സ്ഥലത്ത് എത്താനുണ്ട്. അതുകൊണ്ട് ഭയങ്കര ലേറ്റായിപ്പോയി. പക്ഷെ ഞാൻ എന്തായാലും കുക്ക് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു, കാരണം ഹെയർ വാഷും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇന്നിനി വാഷ് ചെയ്താൽ
നാളെ പിന്നെ കുക്ക് ചെയ്യും. നാളെ സമയമില്ല ആക്ച്വലി, നാളെ ഇച്ചിരി തിരക്കാം. അപ്പോൾ ഇന്ന് കുക്കിംഗ് എല്ലാം ചെയ്ത് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്, പെട്ടെന്ന് കുക്ക് ചെയ്ത് തീർക്കാം. ഞാനാണെങ്കിൽ വിചാരിക്കുന്ന കുറച്ച് റെസിപ്പീസ് ഇരിപ്പുണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതും റൈസും കൂടെ ഇട്ട് ഒരു ചിക്കൻ റൈസ് പോലെ, പക്ഷെ അതിൽ മല്ലിയില പുതിന അതെല്ലാം ഇടും. അപ്പോൾ ഒരു ബിരിയാണി ടച്ചും കിട്ടും അങ്ങനെ. പക്ഷേ ഒത്തൻറ്റിക് അങ്ങനെയൊന്നുമല്ല, ചുമ്മാ. പക്ഷെ നല്ല ആക്ച്വലി പെട്ടെന്ന് കുക്കിങ്ങും തീരും. വേറെ കറികളൊന്നും വേണ്ട, ഒരു റായത്ത എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ആൻഡ് സെറ്റായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ എപ്പോഴും മിക്ക സമയത്തൊരു ഗോ ടു മീൽ, കാരണം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് പ്രഷർ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് ടേക്ക് മച്ച് ടൈം. എല്ലാം കൂടെ ഒരു മണിക്കൂർ എടുക്കത്തില്ല. ബട്ട് നേരത്തെ അരിഞ്ഞും ഒക്കെ വെക്കുവാണെങ്കിൽ സുഖമാണ്. ബട്ട് ഞാനെല്ലാം അപ്പം അരിയുന്നത്, അതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ എടുക്കും. അങ്ങനെ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുളിക്കണം. ഓൾറെഡി ഞാൻ ടയേർഡായി. ഓക്കെ. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പക്ഷെ ഞാനത് എടുക്കാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല. ഇത് ചിലപ്പോൾ ഞാൻ കഴിച്ചിട്ടായിരിക്കും പോകുന്നത്, ഇല്ലെങ്കിൽ വന്നിട്ടായിരിക്കും കഴിക്കുന്നത്. അത് നമുക്ക് നോക്കാം. എന്തായാലും ബാക്കി കുക്കിംഗ് ചെയ്യാം. ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു, കുക്കർ അടച്ചു. ഇനിയിപ്പോൾ ഇനി 2 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യണം. ഇവിടെ എക്സോസ്റ്റ് ഫാനിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. കുഴപ്പമില്ല, എൻ്റെ ക്യാമറയുടെ ബാറ്ററി തീരാറായി, അത് പോയി ചാർജ് ചെയ്യണം. ഓക്കെ. അപ്പം ഇനി തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോകുമ്പോഴത്തേക്കും കാണും. എൻ്റെ മോസ്റ്റ് ഓഫ് ദ മോർണിംഗ്സ് ഇങ്ങനെ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ചില മോർണിംഗ്സ് ഇന്ന് ഇച്ചിരി കൂടി പ്രൊഡക്റ്റീവ് അല്ലേ, ലൈക്ക് കുക്ക് ചെയ്തു അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. ചില ദിവസം ഒന്നുമില്ല, ഞാൻ രാവിലത്തെ ഉച്ച വരെ ഞാൻ കട്ടിൽ തന്നെ കിടക്കും. വെറുതെ എന്തെങ്കിലും സീരീസ് കാണാൻ ക്യാച്ചപ്പ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ബ്രിഡ്ജറ്റൺ കണ്ട് കുറേ നേരം അങ്ങനെ ലൈക്ക് ഒരു ഫുൾ ഒറ്റ ഇരിപ്പിൽ ഞാനത് ബിഞ്ച് വാച്ച് ചെയ്തു. ലൈക്ക് ഒരു എപ്പിസോഡ്, ബട്ട് 4 എപ്പിസോഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് വായിച്ചുകൊണ്ട്, ഒരു ബുക്ക് വായിച്ചു തുടങ്ങിയാൽ പിന്നെ അത് തീരുന്നതാണ് കണക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പോസ് എടുത്തു, കാരണം വേറെ ഒന്നും ചെയ്യത്തില്ല അതിൻ്റെ ഇടയിൽ അങ്ങനെ. പക്ഷേ എനിക്ക് വായിച്ചു തുടങ്ങണം. പിന്നെന്താ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം കുളിക്കാൻ പോകുമ്പോഴത്തേക്കും കാണാം. ഹെയർ വാഷ്, എണ്ണയൊക്കെ തേക്കണം. കുറച്ച് നാളായി ഹെയറിൽ എണ്ണയൊക്കെ ഇട്ടിട്ട്. വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നും ഞാൻ കാണുന്നില്ല. ബട്ട് എന്തോ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ എന്താ ഗുണം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. കോൾഡൊക്കെ ഒന്ന് സെറ്റായപ്പോൾ തന്നെ ഞാൻ പകുതി ഒന്ന് സെറ്റായി. കാരണം തുമ്മാതിരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇനിയിപ്പം പ്രഷർ കുക്കർ സെറ്റാവുന്ന വരെ നോക്കിയിരിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ തേക്കാം. ഓൾറെഡി ഇപ്പോൾ സമയം ഒരു 11:45. കുക്ക് ചെയ്യാൻ ഞാൻ വിചാരിച്ചത്ര ടൈം എടുത്തില്ല കേട്ടോ. ഒരു 25-30 മിനിറ്റ്സിനുള്ളിൽ കുക്കിംഗ് തീർന്നു. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് എണ്ണ തേക്കണം, കുളിക്കണം. ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് മിക്കവാറും ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് എൻ്റെ പ്ലാൻ. നോക്കാം നമുക്ക്. എനിക്ക് ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻട്രോ എല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് വേണ്ട, ലൈക്ക് ഐ ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ് എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എൻ്റെ ലോങ് വീഡിയോസ് എൻ്റെ വീട്ടുകാർ മാത്രമേ കാണാറുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഐ വാസ് ലൈക്ക് ജസ്റ്റ് എടുക്കാം, ആ ഒരു മടി അങ്ങ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഇത്രയും നാളും എടുക്കാതിരുന്ന് പെട്ടെന്ന് എടുക്കുമ്പം ഭയങ്കര മടിയും ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അത് മടീനേക്കാൾ കൂടുതൽ ഒരു ഹെസിറ്റേഷനാണ് എടുക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ബ്രേക്ക് ചെയ്യാം. സോ അതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനിയും മുടിയെല്ലാം കുറച്ച് സെൽഫ് കെയർ ഒക്കെ ആവാം.
ഇനി ഉണങ്ങാൻ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. പക്ഷെ ഞാൻ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അതിനി ഇന്ന് വൈകിട്ട് വന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. കുറച്ച് നേരം ഇരുന്ന് ബുക്ക് എന്തെങ്കിലും വായിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും. ഞാൻ കുറേ മൂവീസൊക്കെ കണ്ടു തീർത്തു. OTTയിൽ വന്ന. ഇനിയിപ്പോൾ കാണാൻ എന്താ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല, നോക്കണം. എന്തെങ്കിലും സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ലിമിറ്റഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പം തന്നെ ഞാൻ കണ്ടു തീർക്കും. അപ്പോൾ അത് അത്ര എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടത് വേണ്ട. നമുക്ക് എന്തെങ്കിലും ബുക്ക് വായിച്ച് സമയം കളയാം. ഞാൻ ഏതൊക്കെ ബുക്സാണ് വായിക്കുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത് ഫ്രീഡയുടെ ബുക്സാണ്. പുള്ളിക്കാരുടെ ഓൾമോസ്റ്റ് ഒരു 80% ബുക്സ് ഞാൻ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയും 20 കൂടിയുണ്ട്. അതൊക്കെ വായിച്ചു തുടങ്ങിയാൽ പിന്നെ തീരുന്നതാണ് കണക്ക്. കാരണം അത്രയ്ക്ക് മോസ്റ്റ് ഓഫ് ദം ആർ പേജ് ടേണേഴ്സ്. എല്ലാം ഒരേ രീതിയിലുള്ള സ്റ്റോറിയാണ്. നമുക്കറിയാം ലൈക്ക് തുടക്കത്തിൽ ഇങ്ങനെയാണ്, ലൈക്ക് ഇൻ്റർവെൽ ഇങ്ങനെ ആയിരിക്കും, എൻഡിങ് ഇങ്ങനെ ആയിരിക്കും. പക്ഷേ അത് പോകുന്നൊരു രീതി ഭയങ്കര ഡിഫറെൻറ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കര റീസെൻ്റ്ലി ആണ് ഞാൻ വേറിറ്റി വായിച്ചത്. എനിക്ക് തോന്നുന്നത് മൂവി വരുന്നുണ്ടെന്ന്. ഐ തിങ്ക് സോ. അത് ഞാൻ വളരെ റീസെൻ്റ്ലിയാണ് വായിച്ചത്. പിന്നെന്താ, ലാസ്റ്റ് ഞാൻ വായിച്ചത് ഡോണ്ട് ബിലീവ് ഹെർ എന്ന് പറഞ്ഞ ബുക്കാവും. നിക്കോള സാൻഡേഴ്സിൻ്റെ നല്ല ബുക്കായിരുന്നു. അതും ലൈക്ക് അതിപ്പോൾ പറയുന്നില്ല, ബട്ട് അത് നല്ലൊരു ബുക്കായിരുന്നു. പിന്നെ ട്വിസ്റ്റഡ് സീരീസ് ഉണ്ടല്ലോ, അത് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ബുക്കും വേറെ ഏതാ നോക്കട്ടെ. ട്വിസ്റ്റഡ് സീരീസിൽ 3 ആണല്ലോ, 3 ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഫസ്റ്റ് വൺ ഞാൻ വായിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് വൺ തുടങ്ങിക്കഴിഞ്ഞു പിന്നെയാണ് ഞാൻ ഈ ഫ്രീഡയുടെ ബുക്സിനെ പറ്റി കേൾക്കുന്നതും, പിന്നെ ആ വഴി ഞാനങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പം ഞാൻ തിരിച്ച് ട്വിസ്റ്റഡ് സീരീസിലെ 2ാമത്തെ വായിച്ച് തുടങ്ങാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. ഈ വർഷം തുടങ്ങിയിട്ട് ഞാൻ ഒരു ബുക്കേ വായിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. 2 ബുക്ക് വായിച്ചിട്ടുണ്ട് ഞാൻ. 2 ബുക്ക് വായിച്ചു തീർത്തു. ഇനിയും ഇത് 3ാമത്തെ ബുക്കായിട്ട് വെച്ചേക്കുക. പക്ഷെ തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. പക്ഷെ ആ തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ബുക്ക് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ വേറെ ഏതോ ഒരു റിയാലിറ്റിയിൽ നിൽക്കുന്ന പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എസ്കേപ്പ് പോലെയാണ്. ഭയങ്കര രസമാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഇനി ബുക്കൊക്കെ വായിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാം, അല്ലെങ്കിൽ ഇനിയും എല്ലാം കൂടി ലേറ്റ് ആവും. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. തല കുളിക്കുന്ന ദിവസം ഭയങ്കര ഒരു ടാസ്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക്. ഗേൾസൊക്കെ റിലേറ്റ് ചെയ്യുമായിരിക്കും. ഇനിയിപ്പോൾ ഹെയർ ഒന്ന് ട്രൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇത്രയേ ഉള്ളൂ. മിക്ക ദിവസവും മോറോലെസ് ഇങ്ങനെ തന്നെയാണ്. ബട്ട് ചില ദിവസം മാത്രം ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കും. ഇല്ലെങ്കിൽ ചിലപ്പം പുറത്തൊക്കെ പോവും, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെ. ബട്ട് ബേസിക്കലി എൻ്റെ മോർണിംഗ്സ് യൂഷ്വലി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് മുടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ മുടി ഒരു 80% ഉണക്കി, അത്രയേ ഉള്ളൂ. ഫുൾ ഞാൻ ചെയ്യാറില്ല യൂഷ്വലി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയറും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു ടോണർ, ബേസിക് കാര്യങ്ങളാട്ടോ. കാരണം കൂടുതൽ ഒരു ആഴ്ച ട്രയലിന് വേണ്ടി കൂടുതൽ ചെയ്തിട്ടാണ് എനിക്കിവിടെ എല്ലാം കുരു വന്നു. ആ പ്രോഡക്റ്റ് എല്ലാം ഞാൻ റിട്ടേൺ ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര പണി കിട്ടി. സോ ബാക്ക് ടു ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് ഞാൻ എത്തി. അപ്പോൾ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നിനിയും കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. ലഞ്ച് കഴിക്കണം, പുറത്തേക്ക് ഇറങ്ങണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഇനി ബാക്കി പരിപാടി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓൾറെഡി. ബട്ട് ഒരു ലോങ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. സോ അവിടെ കിടക്കട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ
if you've reached till the end, thank you so much for watching. I will see you all soon, hopefully with another video. Bye.